നമസ്കാരം. വോട്ട് ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെയും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ സംസ്ഥാന രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയ്ക്ക് നാളെ തുടക്കം കുറിക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷത്തോളം പേരുകൾ ഒഴിവാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രാഹുലിന്റെ 16 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര. അടിസ്ഥാനപരമായ ജനാധിപത്യ അവകാശമായ ഒരു വ്യക്തി ഒരു വോട്ട് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ബീഹാറിൽ ഒപ്പം ചേരൂ എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വോട്ട് മോഷണത്തിനെതിരായ യാത്ര ബീഹാറിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങുന്നുവെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ അറിയിച്ചിരുന്നു. കേവലം തിരഞ്ഞെടുപ്പ് വിഷയമല്ല, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള വലിയ ദൗത്യമാണ്. വോട്ട് മോഷ്ടാക്കളെ തുരത്തുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ബീഹാറിലെ 20-ലധികം ജില്ലകളിലൂടെ സഞ്ചരിച്ച് 1300 കിലോമീറ്ററിലധികം ദൂരം പിന്നിടും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ക്രമക്കേടുകൾക്കെതിരെയും ജനാധിപത്യ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ജനകീയ മുന്നേറ്റമായിട്ടാണ് യാത്രയെ വിലയിരുത്തുന്നത്. സസാരത്ത് നിന്നാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ 1 പട്നയിൽ നടക്കുന്ന മഹാറാലിയോടെ യാത്രയ്ക്ക് സമാപനമാകും. യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്, വിവിധ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഏകദേശം 65 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കാരണങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ വിഷയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളെ തുടർന്ന് BJPക്കെതിരായ വോട്ടുകൾക്കെതിരെയുള്ള പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി പുതിയ വീഡിയോ പങ്കുവച്ചും പ്രാധാന്യം നൽകി. ബോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന ലാപത വോട്ട് എന്ന പേരിലുള്ള വീഡിയോയാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. മോഷണം ഇനി വേണ്ട, ജനമുണർന്നു എന്ന അടിക്കുറിപ്പോടെയാണ് പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. വോട്ട് മോഷണം എന്നത് നിങ്ങളുടെ അവകാശങ്ങളുടെ മോഷണമാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ നമ്മുടെ ശബ്ദമുയർത്തുക, ഒരുമിച്ച് അവകാശങ്ങളെ സംരക്ഷിക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് കോൺഗ്രസ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. തന്റെ വോട്ട് നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നിടത്താണ് വീഡിയോയുടെ തുടക്കം. ലക്ഷക്കണക്കിന് വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്ന് പരാതിക്കാരൻ പോലീസുകാരെ അറിയിക്കുന്നു. ഞെട്ടലോടെ തങ്ങളുടെ വോട്ടും നഷ്ടപ്പെട്ടോ എന്ന് പോലീസ് പരസ്പരം നോക്കുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് ലാപത വോട്ട് എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് എന്ന സിനിമയുടെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിൽ ലാപത ലേഡീസ് എന്നതിലെ ലേഡീസ് എന്ന വാക്ക് മാറ്റി വോട്ട് എന്ന് ചേർത്തിരിക്കുകയാണ്. ഇതിനു മുമ്പും വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ കോൺഗ്രസ് പങ്കുവച്ചിരുന്നു. ഒരു കുടുംബം പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവരുടെ വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് 2 പേർ പറയുന്ന വീഡിയോ ആയിരുന്നു ഒന്ന്. മേശപ്പുറത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് മോഷണ കമ്മീഷൻ എന്ന മുദ്രാവാക്യവുമായി വിരൽ ഉയർത്തി കാണിക്കുന്ന 2 പേരാണ് വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതെന്നും വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് BJPക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ഉയരുന്നത്. MPമാരടക്കമുള്ള പ്രതിപക്ഷ പ്രതിനിധികളും നേതാക്കളും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയിരുന്നു. നിലവിൽ രാജ്യത്തുടനീളം വിഷയത്തിൽ റാലിയും പ്രതിഷേധവും നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനിടെ വോട്ട് ചോർച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മാധ്യമങ്ങളെയും കാണും. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ പറ്റി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്.